അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കല്ലിനെതിരെ നടപടി ശുപാർശ ചെയ്യേണ്ടി വരുമെന്ന് കോടതി. NK റാമിന്റെ അറസ്റ്റിൽ സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശമാണ് ലംഘിക്കപ്പെട്ടതെന്നും കോടതി പറഞ്ഞു. അറസ്റ്റിലെ വീഴ്ചയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് സുധീർ കല്ലനോട് തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതി ആവശ്യപ്പെട്ടു. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകും. സൈഫുള്ള, ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവുമോ? അജിത്തെ, ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇന്ന് റാമിന്റെ റീ അറസ്റ്റുമായി ബന്ധപ്പെട്ട അപേക്ഷ പരിഗണിക്കുമ്പോൾ ആദ്യം തന്നെ കോടതി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുധീർ കല്ലൻ കോടതിയിൽ നേരിട്ടെത്തണം, എന്താണ് വീഴ്ച സംഭവിച്ചത് എന്ന് കോടതിയിലെത്തി വിശദീകരിക്കണം എന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ തന്നെ കോടതി മാറ്റിവെച്ചു. പിന്നീട് അദ്ദേഹം നേരിട്ട് കോടതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ അപേക്ഷ വീണ്ടും പരിഗണിച്ചത്. അതിൽ അദ്ദേഹം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് വാക്കാൽ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് അറിയിച്ചിരുന്നു എന്നാണ്. പക്ഷെ എന്നാൽ അത് വാക്കാൽ പോരാ എന്നാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. അവിടെയാണ് ലംഘനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ, ഈ ഡിവൈഎസ്പി സുധീർ കല്ലനെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് കോടതി പറഞ്ഞത്. എന്തായിരിക്കും നടപടി എടുക്കേണ്ടത് എന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കും. അത് ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കുകയാണ്. ഹൈക്കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമാണ് ഈ ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. പ്രോസിക്യൂഷനും ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ നേരത്തെ വീഴ്ച ഉണ്ടായി എന്ന് കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തതിലുള്ള വീഴ്ചയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തെ, ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി വേണം എന്നാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ കേസിൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന അതിനപ്പുറത്തേക്ക്, നോർമലി ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഈ രേഖകൾ എഴുതി നൽകേണ്ടതാണ്. പക്ഷേ ഈ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മീഡിയ വൺ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ റാമിനെ ഉടകിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയും അഭിഭാഷകനുമായുള്ള ബന്ധം. ഈ ശ്രീജിത്ത് കൊടേരി നേരത്തെ പ്രതിയായിരുന്ന കേസിൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരുന്നത് റാമിന്റെ അഭിഭാഷകനായ കിഷോർ കുമാർ എന്ന് പറയുന്ന അഭിഭാഷകനാണ് അന്ന് ശ്രീജിത്ത് കൊടേരിക്ക് വേണ്ടി ഹാജരായത്. അതുകൊണ്ടും ഇരുവരും തമ്മിലുള്ള ബന്ധം അവിടെ വ്യക്തമാണ്. മാത്രമല്ല, കൃത്യമായി ഈ രേഖ, ഒരാളെ അറസ്റ്റ് ചെയ്തു, ഇന്ന കാര്യത്തിനായി നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അത് മാത്രമല്ല, കൃത്യമായി പ്രതിഭാഗം അഭിഭാഷകരെ കോടതിയിൽ അത് വാദിക്കാനും വേണ്ടി സാധിച്ചു എന്നുള്ളത് ഇതിന് വഴിയൊരുക്കിയത് അന്വേഷണ സംഘം അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണുന്നത്. അന്വേഷണ സംഘം എന്തായാലും സംശയത്തിന്റെ നിഴലിലാണ്. ഇത്രയും അനുഭവ സമ്പത്തുള്ള അന്വേഷണ സംഘത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിക്കാതെ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തത്, സർക്കാർ ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തത് ആ രീതിയിലാണ്. അന്വേഷണത്തിൽ ഒരു പിഴവുകളും വരാതെ കൃത്യമായി അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ തന്നെ വലിയൊരു വീഴ്ച ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ സംഘത്തെ അവിടുന്ന് മാറ്റി പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. നിലവിലിപ്പോൾ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP യുടെ നേതൃത്വത്തിലാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത്.